അസ്സലാമു അലൈക്കും. അള്ളാഹുവിൻ്റെ തെളിവുകളെ പറ്റി പറയുന്ന ഒരു അധ്യായത്തിലെ ചില ഭാഗങ്ങളാണ് ഞാൻ നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അധ്യായം 45 സൂറ അൽ ജാദിയയിൽ 2 മുതൽ 9 വരെയുള്ള ആയത്തുകൾ. ഈ വേദഗ്രന്ഥത്തിന്റെ അവതരണം പ്രതാപിയും യുക്തിമാനുമായ അള്ളാഹുവിൽ നിന്നാകുന്നു. നിങ്ങളുടെ സൃഷ്ടിപ്പിലും ജന്തുജാലങ്ങളെ അവൻ വിന്യസിക്കുന്നതിലുമുണ്ട് ദൃഢമായി വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് പല ദൃഷ്ടാന്തങ്ങളും. ആകാശങ്ങളിലും ഭൂമിയിലും വിശ്വസിക്കുന്നവർക്ക് പല ദൃഷ്ടാന്തങ്ങളുണ്ട്. പ്രപഞ്ചത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ അള്ളാന്റെ ദൃഷ്ടാന്തങ്ങളാണ്. അപ്പൊ നമ്മളെ എങ്ങനെയാണോ സൃഷ്ടിച്ച ആ രീതി, ഇനി ജന്തുജാലകങ്ങളിലേക്കാണെങ്കിൽ പോലും അതിലും ദൃഢമായി വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് പല ദൃഷ്ടാന്തങ്ങളുണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ ഘടനയെ പറ്റി ചിന്തിക്കാന്നുണ്ടെങ്കിൽ സസ്യങ്ങളിലോ ജന്തുജീവജാലകങ്ങളിലോ ഇനി മനുഷ്യരിലോ ഇവയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇവയുടെയൊക്കെ ഓർഡർ ഒരേപോലെയാണ്. അപ്പോൾ അവരുടെ ശരീരത്തിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, മനുഷ്യരാവട്ടെ മൃഗങ്ങളാവട്ടെ. പക്ഷെ ഓരോ അവയവങ്ങൾക്കും ഓരോ സ്ഥലത്ത് അല്ലെങ്കിൽ ഓരോ ഓർഡറിൽ തന്നെയാണ് അത് അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അവരിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. രാവും പകലും മാറി മാറി വരുന്നതിലും അള്ളാഹു ആകാശത്ത് നിന്ന് ഉപജീവനം ഇറക്കി അത് മുഖേന ഭൂമിക്ക് അതിൻ്റെ നിർജീവാവസ്ഥയ്ക്ക് ശേഷം ജീവൻ നൽകിയതിലും കാറ്റുകളുടെ ഗതി നിയന്ത്രണത്തിലും ചിന്തിച്ച് മനസ്സിലാക്കുന്ന ആളുകൾക്ക് പല ദൃഷ്ടാന്തങ്ങളുണ്ട്. ഇപ്പോൾ രാവും പകലും മാറി വരുന്നത് അതപ്പോൾ സൃഷ്ടാവിൻ്റെ കൈകൾ എന്ന അംശത്തിൻ്റെ പ്രവൃത്തിയാണ്. അത് നമുക്ക് രാവും പകലും എന്നുള്ളത് മനസ്സിലാക്കാം. മഴയെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഭൂമിക്ക് അതിൻ്റെ നിർജീവാവസ്ഥയ്ക്ക് ശേഷം ജീവൻ നൽകിയതിലും മഴ ഉണ്ടെങ്കിലേ വിത്തുകൾ മുളയ്ക്കുള്ളൂ, സസ്യങ്ങൾ ഉണ്ടാവുള്ളൂ. കാറ്റുകളുടെ ഗതി നിയന്ത്രണത്തിലും, കാറ്റുകളെ നിയന്ത്രിക്കുന്നത് ആരാ? അപ്പോൾ ഇതിലൊക്കെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. എന്നിട്ട് പറയുന്നത് എന്താ? അള്ളാഹുവിൻ്റെ തെളിവുകൾ അത്രയാവാം. അപ്പൊ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. സൃഷ്ടാവിൻ്റെ കൈകളെന്ന അംശമാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. സത്യപ്രകാരം നാം നിനക്ക് അവ ഓതി കേൾപ്പിക്കുന്നു. അള്ളാഹുവിനും അവന്റെ തെളിവുകൾക്കും പുറമെ ഇനി ഏതൊരു വൃത്താന്തത്തിലാണ് അവർ വിശ്വസിക്കുന്നത്? അപ്പൊ യഥാർത്ഥ സത്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതൊക്കെ. ഇനി ഇതിന് പുറമെ വേറെ എന്തിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് എന്നാണ് ഇവിടെ അള്ളാഹു ചോദിക്കുന്നത്. അതിൽ 8 പറയുന്നത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓതി കേൾപ്പിക്കപ്പെടുന്നത് അവർ കേൾക്കുകയും എന്നിട്ട് അത് കേട്ടിട്ടില്ലാത്തതുപോലെ അഹങ്കാരിയായിക്കൊണ്ട് ശടിച്ചു നിൽക്കുകയും ചെയ്യുന്നു. ആകയാൽ അവന് വേദനയേറിയ ശിക്ഷയെ പറ്റി സന്തോഷ വാർത്ത അറിയിച്ചു കൊള്ളുക. ഇവിടെ പറയേണ്ട അള്ളാഹിന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരും. ആ സമയത്ത് കേട്ടിട്ടും കേൾക്കാത്ത പോലെ നടക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അള്ളാഹിന്റെ ശിക്ഷ വന്നെത്തുന്നുള്ളതാണ് പറയുന്നത്.